ജീവിതം ആരോഗ്യകരമാക്കുന്നതിന് നിരന്തരം അന്വേഷണം നടത്തുന്നവരാണ് നമ്മൾ. ഇതിൽ നമ്മെ ആശങ്കപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞപ്പിത്തം പോലുള്ള ജലജന്യ രോഗങ്ങൾ. ശരിയായ രീതിയിൽ കക്കൂസ് മാലിന്യങ്ങളുടെ സംസ്കരണം നടക്കാത്ത ഇടങ്ങളിൽ ഇതുപോലുള്ള രോഗവ്യാപന സാധ്യത വളരെ കൂടുതലാണ്. നാം ഉപയോഗിച്ചു പോരുന്ന കരിങ്കല്ല് കൊണ്ട് കെട്ടിയതടക്കമുള്ള സെപ്റ്റിക് ടാങ്കുകൾക്ക് ഇത് തടയുന്നതിന് പരിധിയുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്ന കക്കൂസും കിണറുകളും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ. ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമായി 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള കൂട്ടായി സിമന്റ് മെറ്റീരിയൽസ് നിർമ്മിക്കുന്ന സിമന്റ് സെപ്റ്റിക് ടാങ്കുകൾ വളരെ ഫലപ്രദമാണ്. ഈ സെപ്റ്റിക് ടാങ്കുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് അതിന്റെ നിർമ്മാതാക്കളോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതാണ് കൂട്ടായി സിമന്റ് മെറ്റീരിയൽസിന്റെ നിർമ്മാണ യൂണിറ്റ്. ഇവിടെയാണ് നമ്മൾ പറയപ്പെട്ട ഈ സിമന്റ് സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി നമുക്ക് ഇതിന്റെ ഓണറോട് തന്നെ സംസാരിക്കാം. അബൂബക്കർക്ക 25 വർഷമായല്ലോ ഇപ്പൊ ഈ മേഖലയിൽ എന്ന് പറയുന്നു. ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇവിടെ റിങ്ങുകളുണ്ട്, കട്ടിലജനുണ്ട്, പിന്നെ അലമാരകള്, കവളിക്കാല്, വേലിക്കാല്, സെപ്റ്റിക് ടാങ്കാണ് ഇപ്പൊ കാര്യമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ നമുക്ക് സെപ്റ്റിക് ടാങ്കിന്റെ മേഖലയിൽ എനിക്ക് 5 വർഷത്തെ പരിചയവും മറ്റ് ടോട്ടൽ 25 കൊല്ലത്തെ പരിചയവും ഈ മേഖലയിൽ എനിക്കുണ്ട്. ഇതിനോടകം തന്നെ ഈ സെപ്റ്റിക് ടാങ്കുകളെ കുറിച്ച് വലിയ പേരാണല്ലോ. കൂട്ടായി വാങ്ങിയ സിമെന്റിന് ഈ സെപ്റ്റിക് ടാങ്കിനെ കുറിച്ചൊക്കെ ഞാൻ പല ആളുകളും പറഞ്ഞത് കേട്ടു. ഇപ്പൊ എന്തായാലും ഇത് വളരെ ഒരു ഫലപ്രദമാണ്, ഇത് വലിയ ഉപകാരമാണെന്നൊക്കെയാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഗവൺമെന്റ് അംഗീകൃതമാണ് ഇത് ഏറ്റവും വലുത്. കാരണം ഇപ്പോ ഗവൺമെന്റ് വീടുകൾക്ക് നമ്പർ തന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്. കാരണം സെപ്റ്റിക് ടാങ്ക് ഉണ്ടോന്ന് അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ മേഖലയിൽ, മലപ്പുറം ജില്ലയിലും നിർബന്ധമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലത്തെ സെപ്റ്റിക് ടാങ്ക് നിർബന്ധമായിട്ട് വെക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ പറ്റും? ഇതിൽ പറഞ്ഞാൽ ഇതിന്റെ പ്രവർത്തനം പറഞ്ഞാൽ വളരെ മെച്ചമാണ്. കാരണം വാട്ടർ ലെവലായിട്ടാണ് നമ്മൾ കുഴി കുത്തിക്കഴിഞ്ഞാൽ അതിൽ കൊണ്ടുപോയിക്കാണ്ട് പിന്നെ ഈ ടാങ്ക് ഞങ്ങൾ ഫിറ്റ് ചെയ്യും. കുഴി കുത്തിക്കഴിഞ്ഞാൽ അതിൽ കൊണ്ടുപോയി വെച്ച് വാട്ടർ ലെവൽ ആയിക്കാണ്ട് വെക്കും. എന്നിട്ട് ഇതേപോലെ വെള്ളം ഫുൾ ആയിക്കാണ്ടാണ് ഇത് ഉപയോഗിക്കുക. ഒരു ബക്കറ്റ് വെള്ളവും മലവും അവിടെ വന്ന് ചാടിയാൽ അതിങ്ങനെ ഇവിടെ പാറി കിടക്കും. 3.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതിൽ അലിഞ്ഞു ചേർന്ന് ഇതിലേക്ക് വീഴും. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ ചാടിയാൽ ഒരു ബക്കറ്റ് വെള്ളം അവിടെ പുറത്തു പോകും. മല ഇവിടെ ഒരു 3.5 മണിക്കൂർ കൊണ്ട് വെള്ളം ആയിക്കാണ്ട് ഇതിൽ അലിഞ്ഞു ചേർന്ന് ഇത് പുറത്തേക്ക് പോകുന്നതാണ് ഇതിന്റെ ശാസ്ത്രീയപരമായിട്ട് ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ. വേറെ ഹോളുള്ള റിംഗ് ഉണ്ട്, സോഫിറ്റ്, അതിലേക്കാണ് പോവുക. ആ സോഫിറ്റ് നമുക്ക് ഏറ്റവും ദൂരത്ത് മാഞ്ചി കൊണ്ടുപോയി വെക്കാം, അടുത്ത് വെക്കണം എന്നില്ല. ടാങ്കിനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ടാങ്ക് വെക്കാം. സോഫിറ്റ് നമുക്ക് കിണറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരത്ത് കൊണ്ടുപോയി വെക്കുന്നതിലും കുഴപ്പങ്ങളൊന്നുമില്ല. അതാണ് ഏറ്റവും നല്ല ക്ലിയർ ആയിരിക്കും. വരുന്ന വെള്ളത്തിൽ ചെറിയൊരു പുളി മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി വേസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ 25 വർഷത്തിന്റെ മുകളിലാണ്. അപ്പൊ ഇത് നിർമ്മിക്കുന്നതിൽ ഇതിന് എന്തൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളതെന്നും കൂടെ നമുക്ക് ചോദിക്കാം. അതിന്റെ ഉറപ്പും കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഇത് നമ്മൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടേ ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫെറോ സിമെന്റ് കൂടുതൽ ഇട്ടിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ എംസാൻഡും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ കമ്പി, പിന്നെ നെറ്റ്, പിന്നെ ഒരു ആണിക്കമ്പി നട്ട് തെങ്ങൊക്കെ വലിച്ചു കിട്ടുന്ന കമ്പി ഉണ്ട്. ആ കമ്പിയൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന് കൂടുതൽ ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിച്ചാൽ വരെ പൊട്ടാത്ത ഒരു സാധനമാണ്. ചുറ്റി കൊണ്ട് അടിച്ചാൽ വരെ യാതൊരു അതിന്റെ ഉറപ്പ് എന്താണെന്ന് മനസ്സിലായി. ചുറ്റി കൊണ്ട് വരെ അടിച്ചാൽ ഇത് പൊട്ടുന്നില്ല. അപ്പൊ അത്രയും ഉറപ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോ നമ്മുടെ ഈ സിമന്റ് സെപ്റ്റിക് ടാങ്കിനെ കുറിച്ച് നമുക്ക് ഇതിന്റെ ഓണർ നമ്മളോട് സംസാരിച്ചു. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞു, ഇതിന്റെ ഗ്യാരണ്ടിയും ഇതിന്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ നിർബന്ധമായും ഓരോ വീടുകളിലും ഇത് വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചതുപ്പ് നിലങ്ങളിലും അടുത്തടുത്ത് വീടുകളൊക്കെ വെച്ച സ്ഥലങ്ങളിലൊക്കെ ഈ കക്കൂസ് മാലിന്യങ്ങൾ കിണറുകളിലേക്കും മറ്റും ഒക്കെ വ്യാപിക്കുന്നത് കൊണ്ട് പല രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ തരണം ചെയ്യാൻ ഇതുപോലുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് നിർബന്ധമാണ്. അപ്പൊ എന്തായാലും ഇനിയൊരു പുതിയ വീട് വെക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പഴയ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞിട്ട് അതിനൊരു മാറ്റം വരുത്തണമെങ്കിലോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു പറ്റിയൊരു ചോയ്സാണ് ഈ കൂട്ടായി സിമന്റ് മെറ്റീരിയൽസ് നിർമ്മിക്കുന്ന സിമന്റ് സെപ്റ്റിക് ടാങ്കുകൾ. KH കൂട്ടായി സിമന്റ് മെറ്റീരിയൽസ്, വെളിയംതോട്, നിലമ്പൂർ.